മയൂഖത്തിലേക്ക് എത്തിയത് ശരിക്കും ഒരു നെപ്പോക്കിഡ് അങ്ങനെയാണോ? അതല്ല, ഒബ്വിയസ്ലി അതൊരു റീസൺ ആണ്. ഞാനൊരു അപ്ലൈ ചെയ്തിട്ട് കാസ്റ്റിംഗ് കോൾ അന്ന് പത്രത്തിൽ പരസ്യം വരിക ചെയ്തത്. അതിന്റെ രീതിക്ക് തന്നെ പത്രത്തിൽ പരസ്യം വന്നു കഴിഞ്ഞിങ്ങനെ ഞാൻ ആ സമയത്ത് നാടകങ്ങൾ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇതുപോലെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കും ഇങ്ങനെ എവിടെയോ ഒന്ന് നോക്കണം, നമുക്ക് അഭിനയം നമ്മൾ താല്പര്യമുണ്ട്. ഞാൻ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്യം വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിന് ഒരു ഓഡീഷന് വരുമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഹരിഹരൻ സാറുണ്ട്. അപ്പോൾ അവിടെ ഓഡീഷന് വരാൻ പറഞ്ഞു. ഒരു ദിവസം തന്നു. അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് അറിയാം, അവിടെ ചെല്ലുമ്പോൾ അറിയാം. പക്ഷേ അവിടെ 100-200 പിള്ളേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഓഡീഷനും ചെയ്തു. ഓഡീഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ശ്രീധന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ഹാഫിന് മാത്രമേ വരുള്ളൂ പറഞ്ഞു. ഒന്ന് സന്തോഷമുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെയാണ് മയൂഖം ചെയ്യുന്നത്. ചേട്ടൻ ഇങ്ങനെ പോകുന്നു പറഞ്ഞപ്പോൾ അച്ഛന് ഹാപ്പി ആയിരുന്നു? അച്ഛന് എതിരഭിപ്രായമൊന്നുള്ളതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു, പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോളോ ടയേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ബാംഗ്ലൂർ MBA കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് നാടക പരിപാടികൾ സജീവമായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് പിന്നെ അതുകൊണ്ട് ഡിഗ്രി എല്ലാം കയ്യിലുള്ളതുകൊണ്ട് അച്ഛനൊന്നും പറയാനും പറ്റുന്നില്ല. രക്ഷപ്പെട്ടില്ലെങ്കിൽ അച്ഛന് തന്നെയായിരുന്നല്ലോ പരിപാടി. എനിക്ക് വല്ലതും പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ചാന്ത് പൊട്ടിലെ വില്ലൻ വേഷം നല്ലോണം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലൻ കഴിഞ്ഞിട്ട് കോമഡി ഷിഫ്റ്റ് ചെയ്തതല്ല, നമുക്ക് എപ്പോഴും വേഴ്സറ്റൈൽ ആവണം, നമുക്ക് പല ടൈപ്പ് വേഷങ്ങൾ ചെയ്യണം എന്നൊക്കെയായിരുന്നു നമുക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നാൾ ഈ വില്ലൻ വേഷത്തിൽ അങ്ങ് പെട്ടു. അതായത് നമ്മളെവിടെ ചെന്നാലും ആദ്യം ഒരു വടിവാളെടുത്ത് തരും, മേക്കപ്പ് ഇവിടെ ഒരു മാർക്കുണ്ട് അതൊന്നും കൂടി കുത്തി ഒന്നും കൂടി മാർക്കാക്കും, വേറെ എക്സ്ട്രാ ഒരു വെട്ടിട്ട് തരും, ആർട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു വാള് തരും, പിന്നെ കോസ്റ്റ്യൂം ഒരു കൈലിയും ട്രൗസർ പുറത്ത് കാണുന്ന പോലെ കൈലിയും തരും. വക്ക ഗുണ്ട പരിപാടിയായിരുന്നു കുറെ നാള്. പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി ബേസ് ചെയ്ത് കുറെ പടങ്ങൾ ആ സമയത്ത്. അപ്പൊ അതിനൊക്കെ സ്ഥിരം ഞാൻ കൊട്ടേഷൻകാരനായിരുന്നു. മട്ടാഞ്ചേരി പല ആൾക്കാരും വിചാരിച്ചു ഞാൻ മട്ടാഞ്ചേരിക്കാരനാണെന്നാ. കുറെ നാളൊക്കെ ആ പരിസരത്ത് തന്നെയായിരുന്നു ഞാൻ കുറെ നാളുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ നമുക്കിത് മാറണം നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരാൻ ആഗ്രഹിച്ച സമയത്താണ് ശരിക്കും ഈ മറ്റേ കിളി പോയി എന്ന് പറഞ്ഞ സിനിമ വന്നതിൽ നല്ല ഹ്യൂമർ കലർന്നൊരു പോലീസുകാരൻ്റെ വേഷം. 2-3 സീനേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, അത്യാവശ്യം ചിരി ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് എനിക്കൊരു തോന്നൽ വന്നു.